മക്കൾക്കും മുത്തശ്ശിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളെന്തൊക്കെയാ നോക്കൂ. ഇന്നത്തെ ഓണായിട്ട് സ്പെഷ്യലായിട്ടൊരു 10-200 സാമ്പാർ പൊടിയുടെ പാക്കറ്റ് കൊടുക്കാണ്ട്. അത് അരയണമ്മേ 100 ഗ്രാമിന്റെ വെച്ചിട്ടാണ്. അത് കിറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓണക്കിറ്റ് ബസാറിന് ഏൽപ്പിച്ചതാണ്, ഓണക്കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സാമ്പാർ പൊടിയുടെ നമ്മളാണ് കുറെ കാലമായിട്ട് കൊടുക്കല് സാമ്പാർ. പിന്നെ ഇപ്പൊ വറുത്തപ്പേരി കൊടുത്തിരുന്നു ആദ്യമൊക്കെ. അപ്പൊ ഇപ്രാവശ്യം ഒന്നും ഉണ്ടോ അതുണ്ടോ തോന്നില്ല. വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയേ. അപ്പൊ അതുകൊണ്ട് സാമ്പാർ പൊടി 200 പാക്കറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പൊടിച്ച് വെച്ചു. അപ്പൊ ഇനി അതിന്റെയൊക്കെ കൂട്ട് കാണിച്ചു തരാം. മുഴുവനൊക്കെ കൂട്ടാൻ പറ്റുമോ അറിയില്ല. എന്തായാലും അത്യാവശ്യത്തില് എല്ലാ കൂട്ട് നമ്മൾ പൊടിച്ച് വെച്ചതൊക്കെ ഇട്ടിട്ട് ഇറക്കി കൂട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യം മല്ലി പൊടിച്ചതാട്ടോ. നമ്മള് മില്ലിൽ തന്നെ പൊടിച്ചതാട്ടോ. എന്താ വെച്ചാ എണ്ണ ഇല്ലാതെയാണ് ഇത് വറുക്കുക. അപ്പൊ എണ്ണ ഇല്ലാതെയാണ് വറുക്കുക. എന്താ വെച്ചാൽ നൈസ് സാമ്പാർ പൊടി നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങണ പാക്കറ്റ് പൊടി ഇല്ലേ സാമ്പാറിന്റെ ആ മരത്തെ പൊടി തന്നെയാണ് ഇത്. നമ്മളിവിടെ ഉണ്ടാക്കണത് നൈസ് അല്ലാത്തത്. അത് സദ്യക്കുള്ളത്. അത് നമ്മ നൈസ് ആവില്ല. വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കണം. അപ്പൊ ആദ്യം കുറച്ച് മല്ലി പൊടിച്ച് എടുത്തിടുന്നുണ്ട്. എന്തായാലും ഓണം എല്ലാ വീടുകളിലും ഇതിന്റെ പാക്കറ്റ് എത്തിയിട്ട് ഓണൊക്കെ ഉഷാറാവട്ടെ. എല്ലാരും നല്ല അഭിപ്രായം ഇങ്ങനെ പറയുമ്പോ കൂട്ടിയിട്ടല്ലേ അമ്മേ? അതെ. അപ്പൊ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അമ്മ മല്ലി എത്ര എടുത്ത്? മല്ലി 10 കിലോ. 10 കിലോ മതി. അപ്പൊ പിന്നെ നമ്മള് നല്ല കഴുകി ഉണക്കി മില്ലിൽ കൊണ്ട്. പിന്നെ കടലപ്പരിപ്പ് 3 കിലോ. മുളക് 4.5 കിലോ. ഞെട്ടി കളഞ്ഞിട്ടോ. പിന്നെ ഉണക്കി കഴിയുമ്പോ കുറച്ച് തൂക്കം കുറയില്ലോ. പക്ഷെ എന്നാലും എരിവൊക്കെ പാകത്തിന് വരും. ഇത്ര എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ കായം വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് പൊടിച്ചതും കൂടി എന്താ വെച്ചാൽ ഉപ്പ് കൂട്ടി കൊടുത്താൽ നമുക്ക് കേട് വരാതെ കുറേ ദിവസം ഇരിക്കും. ഒരു പാക്കറ്റ് 10 കിലോയ്ക്ക് ഒരു പാക്കറ്റ് ഉപ്പും കൂടി കൂട്ടി. അപ്പോൾ അത് കായം പൊടിച്ച് വറുത്ത്. അത് കായം പിന്നെ നല്ലെണ്ണയിൽ വറുത്തു. കായം നല്ലെണ്ണയിൽ വറുക്കാതെ പൊടിച്ച് കിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് പൊടിക്കുന്നോടത്ത് മില്ലിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മുത്തശ്ശി തന്നെ വറുത്ത് ഇപ്പത്തെ കായത്തിനെ പറ്റി പറയാതിരിക്കുക. എത്രയായാലും അത് പൊടിഞ്ഞു കിട്ടില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഒന്ന് വറുത്തിട്ടാണ് പിന്നെ മിക്സിയിൽ പൊടിച്ചെടുത്ത്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പിട്ടാണ്ട് പൊടിച്ചപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടി. അപ്പോൾ അതാ ഇത് മല്ലിപ്പൊടി ഇട്ടു. ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി കാണിക്കുക. അപ്പൊ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഈ ഉരുളി എടുത്തത്. അപ്പൊ എന്താ മല്ലിയുടെ ഒക്കെ നല്ല വാസന. അത് ഫസ്റ്റ് ക്വാളിറ്റി മല്ലിയുടെ. സെക്കൻഡ് ക്വാളിറ്റി അപ്പൊ ഏതാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്വാളിറ്റി മതി. മുളകും അതെ ഒക്കെ 2 വീതം. അപ്പോഴാണ് ഈ പൊടിയുടെ നല്ല ടേസ്റ്റ്. അതെ മല്ലി പല കരിവേപ്പില വറുത്ത് അത് കുറച്ച് കൂട്ടും. അപ്പൊ ഇതൊക്കെ വെവ്വേറെ വറക്കണം. ഒന്നിച്ച് വറുത്താൽ ഇതിന്റെ ടേസ്റ്റ് വിചാരിച്ചമാതിരി കിട്ടില്ല. മൂപ്പ് ഒരേപോലെ ആയി വരില്ല. അപ്പൊ മല്ലി വേറെ വറക്കും. അതിന്റെ ഒപ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. ആ ഉലുവ പൊട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ മല്ലി അതോടുകൂടി വറവ് ശരിയായി വരും. പിന്നെ മുളക് ഒടുക്കം നമ്മൾ ഉണക്കുണ്ടല്ലോ ഒരുവിധം ഉച്ചയിൽ വെച്ചിട്ട് ഉണക്കും. അത് കഴിഞ്ഞാൽ അവസാനം ഒന്നത് ഉരുളിയിലിട്ട് വറുത്തിട്ട് കുറേ നേരം അത് ഉരുളിയിൽ കിടക്കുക. ആ ഉരുളിയുടെ ചൂടുകൊണ്ട് നല്ല കലകലാന്നായി വരും. എന്നിട്ടാണ് പൊടിക്കാൻ കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പ് വേറെ വറക്കും. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില വേറെ വറക്കും. കറിവേപ്പില ഒരു 150-200 ഗ്രാമൊക്കെ എടുത്തു. അത് പിന്നെ നമ്മൾ കഴുകിയൊക്കെ അതിൽ ഉരുളിയിടുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ. നമ്മളൊരു 3-4 കൊല്ലമായിട്ട് പോലെ ചെയ്യാറുണ്ട്. കുറെ അവിടെ ഇതുണ്ടായിരുന്നല്ലോ. ആദ്യം അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ ജനകീയ ഹോട്ടലിലാദ്യം 10-40 കിലോ ഒക്കെ കൊടുത്തിരുന്നു മാസം സാമ്പാർ പൊടി. പിന്നെ നമ്മള് അപ്പൊ അതാ ഇനി കുറച്ച് മുളക് പൊടി ഇടാം. ചൂടാക്കിയിട്ടായാലും നല്ല ഇത് വരും. അപ്പൊ ഇതൊന്ന് കൂട്ടിയാക്കുന്നത് കാണില്ല വാസന വറുത്തതിന്റെ. ഇത് മല്ലിപ്പൊടിയിലെ ഇതിലുള്ളത് അതിലുണ്ട് കുറച്ച്. അപ്പൊ ഇത് ആദ്യം ഒരു കൂട്ടി ഇറക്കി വെക്കുക. എന്നിട്ട് തികയാത്തത് പിന്നെ ആദ്യം ഇറക്കാം. ഇനി ഇതൊന്ന് കൂട്ടി ഇറക്കിയിട്ട് കുറച്ച് കായത്തിന്റെ പൊടിയൊക്കെ ഇട്ട്. അതിൽ ഉപ്പും കൂടി ഉള്ളതാണ് ഇട്ടത്. അപ്പൊ ഇത് കുറച്ചിട്ട് കൊടുക്കാം.
ഇതൊക്കെ അയക്കണം. എന്താ വെച്ചാൽ കായ എത്ര എടുത്തറിയാം? 600 കായാണ്. 3 പാക്ക് 200ന്റെ 200ന്റെ 3 പാക്ക്. പിന്നെ ഒരു പാക്കറ്റ് ഉപ്പും അതും കൂടി പൊടിച്ചതാണിത്. ഇതൊക്കെ ഇതിലേക്കുള്ളതാണ്. ആദ്യം കുറച്ചിട്ടു. ഇത് കൂട്ടിയാക്കി കാണിച്ചു തരാം കേട്ടോ. ചട്ടകം ചട്ടി കൊണ്ടതേ ചിലത് കറക്റ്റ് അല്ലല്ല കറക്റ്റ് അവിടെ ചിലപ്പോ. നിറച്ച് വെക്കുന്നത് അടപ്പമ്മേ. അടുപ്പ് അവിടെ ഉണ്ടാവും. അടുപ്പിലാണ് മുളക് പൊടി ഇട്ടത്. പിന്നെ സദ്യക്ക് പൊടിക്കണ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ വറുത്തൊക്കെ പൊടിക്കണ കുറച്ച് തരി തരിയായിട്ട്. തരി തരി നൈസ് ഒരുവിധൊക്കെ നൈസാവും. നമ്മള് നാളികേരം കൂടെ വറുത്തിട്ട് ഈ പൊടിച്ച പൊടി കൂടി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണത്. ഇത് നല്ല നൈസ്. കുറച്ച് തരി ഉണ്ടാവും. എന്താ വെച്ചാൽ വെളിച്ചെണ്ണ കൂട്ടിയൊക്കെ നന്ന നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഓണൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനത്തെ സാമ്പാറ് വെച്ച് നോക്കിയാലോ നമ്മള് ചെയ്യാം. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ അതും ചെയ്യാം. അതും കുറച്ച് ഉണ്ടാക്കണം. അപ്പൊ ഗൾഫിക്കൊക്കെ ഒരു ചേച്ചി അത്യാവശ്യം ഒരു 2-3 കിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തർ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനത്തെ സാമ്പാർ പൊടി നൈസ്. അല്ലാതെ ഞാൻ പ്രത്യേകം പറയും, ചിലവര് വിചാരിക്കുക എന്താ വെച്ചാൽ അതൊക്കെ വറുത്തൊക്കെ റെഡിയാക്കി പൊടിച്ചാൽ പിന്നെ മിക്സിയുടെ ജാറില് അരച്ചെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പൊ എന്താ വെച്ചാൽ എളുപ്പം ഇങ്ങനത്തെ പൊടിയാണല്ലോ. അപ്പൊ ഞാൻ പറയും ഇതുപോലത്തെ അല്ല കേട്ടോ, കുറച്ച് തരിയുള്ള ടൈപ്പാണേ പറയും. അപ്പൊ അവര് അതായാലും മതി എന്ന് പറയും. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങണവരും ഉണ്ടേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അത് കൂട്ടി ഇറക്കുകയാണ്. നമുക്കൊരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ. നമുക്കൊരു മാഗസിൻ, അതിലൊരു അത്ഭുതം ഉണ്ട്. നമുക്ക് സന്തോഷം, അത്രയും നല്ല സന്തോഷമായി ഇത്. പിന്നെ എന്താ ഗൃഹലക്ഷ്മി, വനിത എന്നൊക്കെ ഉള്ള പിന്നെ മാഗസിൻ കണ്ടിണ്ടാവൂലോ എല്ലാവരും. ബിസിനസ് മാഗസിൻ ആണ്. ബിസിനസ് മാഗസിൻ ജയ് ട്രേഡ് ടൈംസ് എന്ന് പറഞ്ഞ മാഗസിൻ ആട്ടോ. അപ്പൊ അതില് ഞങ്ങളെ ഫോട്ടോ ഉണ്ട്. മുത്തശ്ശിയുടെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം എഴുതിയിട്ടുള്ള സംഭവങ്ങളും മുത്തശ്ശി എന്ന് കാറ്ററിംഗ് തുടങ്ങി എന്തൊക്കെയാന്നൊക്കെ ഇതിലെല്ലാം ജീവചരിത്രം മുഴുവൻ ഉണ്ട് കേട്ടോ ഇതില്. അത് ഇതിപ്പോ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നോട് പറയാതിരിക്കുന്നു. സർപ്രൈസ് ആയിട്ട് വെച്ചത്. ഇന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. ഇത് ആരാ അറിയോ മുത്തശ്ശി? ഇന്നെ ഫോട്ടോ ഉണ്ടാക്കി അറിയാതിരിക്കും. അപ്പൊ അങ്ങനെ ഇതാ ഓരോന്നുണ്ട്. നല്ല നമ്മള് പണ്ടൊക്കെ ഇതാ അങ്ങനെ പച്ചക്കറി കൊട്ടയില് ഇതൊക്കെ ആക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെയാണെല്ലാം. പിന്നെ അതായത് നമ്മള് വിരാസത്തിൽ പോയിട്ട് അവിടെ ഓണത്തിന്റെ ഇതിന്റെ പിന്നെ അടുത്ത ഇതാ കടുമാങ്ങ അച്ചാർ. ഇതില് ഞാനും ഉണ്ട്. ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഒരു മാഗസിനിലൊക്കെ നമ്മളുടെ ആർട്ടിക്കിൾ വരുന്നത്. മുത്തശ്ശി ഒരു ബിസിനസ്, ഒരു ലേഡി ഓൺടർപ്രണർ ആണ്. അതിന്റെയാണ്. എന്തായാലും നല്ല സന്തോഷമായി ഇത് കണ്ടപ്പോ. നമുക്ക് ജയ് ട്രേഡ് ടൈംസ് എന്നാണ് ഇവര് ബിസിനസ് മാഗസിൻ. നല്ല ഈ എന്താ പറയാ ബിസിനസ് ഒക്കെ ചെയ്തു വരുന്ന വനിതകളൊക്കെ സക്സസ്ഫുള്ളി ആയിട്ടുള്ള. അതെ അതെ അതെ. മുത്തശ്ശി നിസ്സാരക്കാരിയോ? നോ നോ. എന്താ വെച്ചാൽ ഇത്രയും പ്രായമായിട്ടും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിലുള്ള കൊറേ ലേഡി ഓൺടർപ്രണേഴ്സ് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഇതില് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ കൊറേ വർഷമായി, എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളെ ഡീറ്റെയിൽ മൊത്തം ഉള്ളതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജയ് ട്രേഡ് ടൈംസ് എന്നുള്ള ഒരു മാഗസിൻ വാങ്ങിച്ചു നോക്കൂ. അതെ, അതില് നമ്മളുണ്ട്. ജൂലൈയിലെ എഡിഷൻ ആണ്. അതെ അതെ. 2025. മുത്തശ്ശി ബാക്കി സാമ്പാർ പൊടിയിലേക്ക് കിടക്കാം. ഇന്ന് രാവിലെ ഇഷ്ടം തരാതെ അമ്മ ഒളിപ്പിച്ചതാണ്. ഇനി അമ്മയോട് ഇനി ഒരു കമ്പനി ഇല്ല, നിർത്തി. എല്ലാവർക്കും വേണ്ടേ. അപ്പൊ ഇഷ്ടം മുത്തശ്ശി ഉണ്ടാക്കിയത് കുറച്ച് കൊണ്ടെന്താ. അപ്പൊ അതുകൊണ്ട് പിന്നെ ചട്ടണി അരച്ചില്ല, അരക്കണം എന്നൊക്കെ വിചാരിച്ച. മുത്തശ്ശി സാമ്പാർ പൊടി എവിടെ എത്തി? സാമ്പാർ പൊടി ആദ്യം ഒരു കൂട്ടി ശരിയാക്കി. ഇത് മാറ്റിട്ട് അടുത്തത് ശരിയാക്കാൻ. ഇതൊക്കെ 100 ഗ്രാം പാക്കാക്കണം അല്ലേ? 100 ഗ്രാമിന്റെ പാക്കാക്കണം. കവറൊക്കെ വാങ്ങിയില്ലേ? 100 ഗ്രാം മുത്തശ്ശി മാസ്ക് ഇട്ടിട്ടാ ചെയ്യല്. പിന്നെ ഇന്ന് വീഡിയോന് വേണ്ടിട്ടായോണ്ട് മാസ്ക് ഇട്ടു. മുളക് ഇട്ടപ്പോ ഇട്ടു. അപ്പൊക്കെ ഒന്നും തോന്നിയില്ല. അപ്പൊ അവസാനം ആയപ്പോഴാണ് തുമ്മല് വന്നത്. അപ്പൊ ഇത് മാറ്റി വെക്കട്ടെ. അതെ. അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ കാണിക്കും മുത്തശ്ശി. അതാ കളറ് കണ്ടില്ലേ? കയ്യിലെടുത്ത് പൊന്തിക്കും മുത്തശ്ശി. അയ്യോ,
ആ അതെ, ഇതാണ് നമ്മളുടെ വാസന ഉണ്ട് കേട്ടോ. അതെ നമ്മള് പഴയ തനതായ സാമ്പാറില്ലേ, നല്ല നാടൻ നാടൻ ഒരു വള്ളുവനാടൻ സ്റ്റൈലാണ് നമ്മളുടെ. നമ്മള് വള്ളുവനാടിലുള്ളവരാണ്. അതെ അതെ അതെ. അപ്പൊ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഇനി പാക്കൊക്കെ ആക്കണം അല്ലേ? അതൊക്കെ ആക്കണം. എന്നാ കൊണ്ടേ കൊടുക്കണ അമ്മേ? നാളെ നാളെ എത്തിക്കാനാ പറഞ്ഞത്. ആദ്യം 20-ാം തീയതി പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു കുറച്ചുകൂടെ പാക്ക് പാക്ക് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു 22-ാം തീയതി എത്തിയാൽ മതി. അപ്പൊ ഈ പറഞ്ഞാല് കവറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഇതൊക്കെ പാക്ക് ആക്കണം. ഓക്കെ. അല്ലാതെ അപ്പൊ എല്ലാവരും ഈ സാമ്പാർ സദ്യക്ക് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം നമ്മളോട് ഇങ്ങനെ പറയും. അപ്പൊ ഒരു സന്തോഷം കേട്ടോ നമുക്ക്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓണത്തിന് ഏതൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് റെസിപ്പി വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യാം. ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ഈ അത്തം തൊട്ട് ഓരോരോ വിഭവങ്ങൾ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടാണ്. വിചാരിക്കണ്ടേ. കുറുക്കുകാളിനും പാലട പായസമൊക്കെ എന്തായാലും ചെയ്യാട്ടോ. കൂട്ടുകറി അതൊക്കെ എന്തായാലും നമ്മളെ ലിസ്റ്റിലുണ്ട്. പുളിയിഞ്ചി കടുവപ്പുളി അച്ചാറ് നമ്മളെന്തായാലും പുളിയിഞ്ചി ലേശം മുളകാ പച്ചടി ഒരു ചിലവരൊന്നും ഉണ്ടാക്കാറില്ല. നമുക്ക് അതും കൂടി ചെയ്യാം. ചിലവരതൊക്കെ എന്നോട് അത് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ മുളകാ പച്ചടി പ്രാവശ്യം എന്താ വെച്ചാൽ നമുക്ക് സദ്യ ഇല്ലാത്തോണ്ടല്ല നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ. ഇവിടെ മാത്രമേ ഉണ്ടാക്കുള്ളൂ, പുറമേക്ക് കൊടുക്കണില്ല. മറ്റേ കാറ്ററിംഗ് ഒക്കെ ഉള്ളപ്പോ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും എല്ലാവർക്കും പിന്നെ കുറച്ച് പിന്നെ കായ കുറവ് ഉണ്ട്. അത് അത്യാവശ്യം വേണ്ടവര് പറഞ്ഞിട്ടുണ്ട്. അത്ര ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചുണ്ടാക്കുക അത്ര. പിന്നെ നമ്മളെ ആവശ്യത്തിനും കുറച്ച് അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി ഉണ്ട് ചിലപ്പോ. പിന്നെ എല്ലാരും അതെ നമ്മള് കൊറേ പൈസ ആവില്ലേ. അപ്പൊ അതിനനുസരിച്ചല്ലേ ഇപ്പൊ ഓരോരുത്തർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ചിലവര് മുൻകൂട്ടി നമ്മളെ ഓർഡർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓണമൊക്കെ ആയിട്ടേ സദ്യയൊക്കെ ഉണ്ടാക്കണവരെ എന്തൊക്കെ വിഭവങ്ങളാ വേണ്ട വെച്ചാല് മുത്തശ്ശി പഠിച്ച മാതിരിയുള്ള ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വെച്ചാൽ മുത്തശ്ശി പറഞ്ഞുതരാം. അത് കമന്റ് ബോക്സിൽ വീഡിയോ ഇട്ട് തരാം. അപ്പൊ ഏതൊക്കെ വിഭവങ്ങളാ വേണ്ടെന്നുള്ള കമന്റ് ചെയ്യൂ. അപ്പൊ അത് ചെയ്തു തരാം. ഇങ്ങനെ പറയും എല്ലാം വേണം മുത്തശ്ശി പറയോ. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം ചെയ്യാട്ടോ. എന്തൊക്കെ വേണ്ടത് അതൊക്കെ എടുത്തെടുത്ത് പറയണം, എന്നാലേ നമുക്ക്. അല്ലെങ്കിൽ എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. എന്തായാലും ചിലതൊക്കെ ഓരോ ദിവസം മാറി മാറി ചെയ്യും. കായവറവും ശർക്കരപ്പേരി നമ്മള് ഇവിടെ ഉണ്ടാക്കണ്ടല്ലോ കുറച്ച്. അപ്പൊ അതോട് കൂടിയിട്ട് അത് വേഗം ചെയ്യാം. അതെ, നാളെ ഒന്നായിട്ട് അത് ചെയ്യാം. പിന്നെ പുളിയിഞ്ചി കടുവപ്പുളി അച്ചാറ്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മള് സദ്യ ഉണ്ടാക്കൂലോ. അതെ, പിന്നെ ഉത്രാടം തിരുവോണം വിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ കാണിച്ചു തരും ചെയ്യാം. അപ്പൊ അപ്പോഴും ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്താലും മതി. നമ്മള് ഓടിച്ച് കാണിക്കുള്ളൂ. കാണിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അത്തം തൊട്ട് 10 വരെ ഓണമെന്നല്ലേ പറയാ. അപ്പൊ എന്തൊക്കെ വെച്ചാൽ നേരത്തെ കൂട്ടി പറഞ്ഞോളൂ. മുത്തശ്ശി പറഞ്ഞു തരാം. എല്ലാരും കമന്റ് ചെയ്യാട്ടോ ഏതൊക്കെ വിഭവങ്ങളാ വേണ്ടേ ഓരോരുത്തർക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പൊ മക്കൾക്ക് ബൈ ബൈ.